ബഹുമാന്യരെ, ഞാൻ മൊയ്തീൻ ഷാവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ട് അർജൻറ്റായിട്ട് ഒരു പരിപാടിക്ക് മൂവാറ്റൂർ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ആണ് ഈ പരിപാടി നേരത്തെ തുടങ്ങുന്നത്. അർജൻറ്റ് പറയാൻ കാരണം, ഇന്ത്യ മുന്നണി വീണ്ടും കൂപ്പുകുത്തുകയാണ്. കാരണം അതിൽ ശക്തമായ ഒരു ഘടകമാണ് തമിഴ്നാട് DMK. ആ DMK സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി 2 ആവശ്യപ്പെടുന്നുള്ളൂ, 1 കിട്ടുള്ളൂ. അതിന് വേണ്ടി ജോസഫ് വിജയെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇതിനൊക്കെ വലിയൊരു വിനാശകാല വിപരീത ബുദ്ധി കോൺഗ്രസ് നേടാനുണ്ടോ? കർണാടകയിൽ JDS ദേവഗൗഡയെ താഴെ ഇറക്കി അവിടെ BJP അധികാരത്തിൽ കയറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ നോൺ ഗവൺമെൻറ് ഓഫീഷ്യൽ ഗവൺമെൻറ് ഓഫീസേഴ്സുണ്ട്, ഒഫീഷ്യൽ NGOs നോൺ ഗവൺമെൻറ് ഓഫീഷ്യൽസ്, അവർ കൂടി ശ്രമിച്ച് പാടുപെട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഭരണത്തിൽ കയറ്റിയത്. അതിപ്പോൾ പോകാൻ പോവാണ്. കാരണം പിന്നോക്ക രാഷ്ട്രീയത്തിൽ നിന്ന് ഈ സവർണ കോൺഗ്രസ് കാലുവാരാണ്. വിജയ് എന്ന് പറഞ്ഞ കത്തോലിക്ക എന്ന അവൻ്റെ മുന്നോക്കൻ ചിന്തയാണ്, അവനെ കോടീശ്വരനാണ്. ദ്രാവിഡ സംസ്കാരമല്ല. കോൺഗ്രസിൽ നിന്ന് നയിക്കുന്ന കത്തോലിക്ക പാർട്ടിയും സവർണ തന്നെ, പഴയ സവർണ ചിന്താഗതി തന്നെയാണ്. സവർണ കൂടെ ഉണ്ടോ? എല്ലാ സ്റ്റേറ്റും പോയില്ലേ? അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ സതീശനെ ഇപ്പോൾ മുഖ്യമന്ത്രിയാൻ ശ്രമിക്കണമല്ലോ. ഇവിടെ 33% വരുന്ന മുസ്ലിങ്ങൾ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടാണ് ഈ 102 സീറ്റ് ഇട്ടിരിക്കുന്നത്. അല്ല, കോൺഗ്രസ് മഹത്വം കൊണ്ടോ അല്ല. പിന്നെ അത് ഭൂവൽബലമായിട്ട് പിണറായി വിജയൻ്റെ അഹങ്കാരവും നിഷ്ക്രിയത്വം അത് കണ്ടുകൂടി കോൺഗ്രസ് പോയി. ഭയങ്കര ഇതാണ്. ഞാൻ രാജാവെന്ന് സതീശൻ പറയുന്നത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. പിന്നോക്ക രാഷ്ട്രീയം കളിച്ചാണ് BJP എതിരായി കയറിയിരിക്കുന്നത്. സവർണനായ മോഡി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് ആ മോഡി വംശത്തെ പിന്നോക്കിൽ ലിസ്റ്റിപ്പെടുത്തി പിന്നോക്കം കാർഡ് കളിക്കുകയാണ് മോഡി. വലിയ മനസ്സിലാകുന്നുണ്ടോ? തന്തയില്ലായ്മ പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളെ. ഇത്രയും കാലം നിങ്ങളുടെ അടി ഉറച്ചു നിന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് കർശനമായിട്ട് പറഞ്ഞ DMK തഴഞ്ഞുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനത്ത് വേണ്ടി എവിടെയോ കിടന്ന ഒരു ജോസഫിന് നിങ്ങൾ മുന്നണി പിന്തുണ കൊടുക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയം? നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഒളിച്ചു വയ്ക്കുകയാണ്. 2014 ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഏറ്റതിന് ശേഷം തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഈ വിജയൻ്റെ വീട്ടിലാണ് ക്യാമ്പ് ചെയ്തത് മോഡിജി. അപ്പോൾ അവരെ സംബന്ധിച്ച് ദ്രാവിഡ സംസ്കാരം ഇപ്പോൾ ഈ പിന്നെ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ വലിയ ഗൗരവ വിഷയമാണുള്ളത്. അങ്ങോട്ട് പഴയ ദ്രാവിഡ നേതാക്കൾ വള്ളൂർ മുതൽ കാമരാജ് മുതൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളത് BJP അല്ല, സംഘ് പരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റിൻ്റെ ആവശ്യമാണ്. അതിൽ കരക്ക് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ചോട്ടാ മുന്നണി പിളരാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. CPM സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒരു സീറ്റ് മറ്റോ CPM സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ കോൺഗ്രസ് ചാടി സപ്പോർട്ട് ചെയ്ത് മാത്രമല്ല, കഴിഞ്ഞ 3-4 ദിവസം മുൻപ് തന്നെ KC വേണുഗോപാലിനെ വിളിച്ച് റിക്വസ്റ്റ് ലെറ്റർ കൊടുത്ത് പറഞ്ഞു. അറിയല്ലോ KC വേണുഗോപാലിൻ്റെ കൾച്ചർ എന്താണ്, വിജയൻ്റെ കൾച്ചർ എന്താണ്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴേ ഒരു ആഗോള ഗൂഢാലോചനയുണ്ട്. ദ്രാവിഡ സംസ്കാരം പിന്നോക്ക രാഷ്ട്രീയമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ദേശീയ ലെവലിൽ അന്തർദേശീയ ലെവലിൽ നടത്തുന്ന ഗൂഢാലോചന ഒരു ഹരിത ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ MLA-മാരെല്ലാം BJPയിലേക്ക് പോകും. കേസിൽ കുടുക്കി ഇയാളെ അകത്താക്കും, അല്ലെങ്കിൽ ഇയാൾ BJP സപ്പോർട്ട് ചെയ്ത് വരും. അങ്ങനെയാണല്ലോ പഞ്ചാബിലും ഒക്കെ കണ്ടത്. ഒക്കെ അപ്പോൾ ആസാമിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് എന്ത് പിന്നോക്ക രാഷ്ട്രീയമാണോ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേക്കാളും മണ്ടത്തരം നിങ്ങൾ വേറെ ചെയ്യാനുണ്ടോ? കാരണം ഇത്ര കാലം നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴുകുന്ന പാർട്ടിക്ക് ഒരല്പം ക്ഷീണം പറ്റിയത് അവിടെ തട്ടിപ്പണിച്ചാണല്ലോ. ഈ തമിഴന്മാർക്ക് ഈ ചാണകത്തിൻ്റെ സംഖ്യകളെ പോലെയാണ് തമിഴന്മാർ. സിനിമ എന്ന് പറയുമ്പോൾ ദൈവമാണല്ലോ അവർക്ക്. അങ്ങനെയുള്ള MGR
അത് 2-ാം തീയതിയൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അങ്ങനെ വന്ന് കുറേ വോട്ട് കിട്ടി, 118 സീറ്റ് കിട്ടി. ഭരിക്കണി 127 ആണ്. 18 പോയിട്ട് 9 സീറ്റ് കുറവുണ്ട്. 9 സീറ്റ് കിട്ടാനുള്ള പാടാണ്. ഇപ്പോൾ കോൺഗ്രസ് 5 സീറ്റ് പിടിക്കുന്നത്. തെമ്മാടിത്തരല്ലേ ചെയ്യുന്നത്? ഇത്രയും കാലം ഇന്ത്യ മേളിൽ നിന്ന ഒരു പ്രബല കക്ഷി തഴിഞ്ഞുകൊണ്ട് ഇന്നലെ വന്ന ജോസഫിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ അതിനെ ചെയ്യുന്ന അതിനേക്കാൾ വലിയ മണ്ടത്തിൽ വേറെ ഉണ്ടോ? ഇപ്പോൾ കർണാടക, തമിഴ്നാട് പോവും, ഉറപ്പാണ്. തമിഴ്നാട് BJP കയ്യിലെടുക്കും. അടുത്ത ഇലക്ഷൻ 30 അതിനുവേണ്ടി കേരളത്തിലെടുക്കും. ഈ കോൺഗ്രസ് വിലക്കെടുക്കാൻ വലിയ പ്രയാസമുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയനെ അങ്ങനെ ആക്കിയെടുത്താൽ, ഞാൻ കുറ്റം പറയും. പിണറായി വിജയൻ കഴിവുള്ളതെന്നുണ്ട്. ഇപ്പോൾ ലാവ്ലി കേസിൽ കുടുക്കി ഇവിടുത്തെ സവർണ്ണ ഫാസിസം ആക്കിയെടുത്താണ്. ആ മണ്ടയിൽ വീഴുകയും ചെയ്തു. മണ്ടത്തല്ലേ, ബുദ്ധിയുടെ അംശം ഉണ്ടായത് വിജയൻ ഉണ്ടായതെങ്കിൽ കഴിയുമോ? ആ വെള്ളപ്പിള്ള കൂടി ഇത് ചെയ്യുമോ? അപ്പം വിജയനും വ്യക്തിപരമായിട്ട് ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് നിൽക്കണമെന്നുള്ള, അയാളിപ്പോൾ ഒരു ബ്രാഹ്മണത്തെ പണ്ട് ഡോക്ടർ കെ രാധാകൃഷ്ണൻ പക്ക ധീവരനാണ്. ഇപ്പോൾ സവർണ്ണന് തമ്പൂരിയേക്കാൾ വലിയ ആളായിട്ടില്ല നിൽക്കുന്നത്. എന്ത് സന്തോഷം! പിന്നോക്ക രാഷ്ട്രീയം തകർന്നു പോകുമ്പോഴേ എന്താ അവൻ്റെയൊക്കെ സന്തോഷം, ആഘോഷമൊക്കെ. അപ്പം ഇതാണ് ആ പിന്നോക്കരെല്ലാം അവർക്ക് വിലക്കെടുത്തു. ഞാൻ ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഇനി ഈ ലോകത്തെ കാലം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പല പല പ്രശ്നങ്ങൾ നേടാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തലമുറ ഇതെങ്ങനെ അറിയും? എത്ര മോശമായ സമീപനമാണ്. BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ സപ്പോർട്ട് ചെയ്ത് തുല്യമല്ലേ ഇപ്പോൾ ജോസഫിന് സപ്പോർട്ട് ചെയ്തത്? കോൺഗ്രസ് ഇങ്ങനെ ബുദ്ധിമോശം കാണുന്നെങ്കിൽ ദേശീയ പിന്നോക്ക ജാതി രാഷ്ട്രീയം സെൻസസ് എടുക്കുന്നതൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് എന്തായിടും? ജാതി സെൻസസ് എടുക്കണമെന്ന് ആരോ പറഞ്ഞു കേട്ട് അത് രാഹുൽ ഗാന്ധിയാണ് പണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ നടപ്പിലാക്കുമെന്ന് പണ്ട് VPCക്കും മദ്രാസിനും പറഞ്ഞല്ലേ, യാതൊരു പഠനം നടത്താതെ അത് കിടപ്പിലാക്കിയാൽ തകർന്നു പോയില്ലോ. അതുപോലെ ജാതി സെൻസസ് നടപ്പാക്കി രാഹുൽ ഗാന്ധി എന്തായി കേരളത്തിൽ? ഇപ്പം നിങ്ങൾ ഭരിക്കാനുള്ള കേരളത്തിൽ ഭരിക്കാൻ ഉറപ്പാണ്. ഉറപ്പി വരും. ജാതി സെൻസസ് ഓടുന്നറിയോ? 10% സംവരണം നിങ്ങൾ മുന്നോക്കിന് കൊടുത്തില്ല, അത് എടുത്തു കളയോ? പിണറായി സഖാവിന് പറ്റിയ കുഴപ്പമെന്നറിയോ? 10% മുന്നോക്ക സംവരണമായിട്ടുള്ള അന്ന് തന്നെ ഈ മക്കള് സഖാക്കള് അന്ന് തന്നെ പാസ്സാക്കി കൊടുത്തു. ജാതി സെൻസസ് വന്നപ്പോൾ എന്താ പറഞ്ഞറിയോ? ജാതി സെൻസസ് കേന്ദ്രത്തെ കാര്യമാണ്, ഞങ്ങളെ കാര്യമെന്ന് പറഞ്ഞു. കഴിവേറ് മക്കൾ ഇരിക്കാണ്ടോ? ഇപ്പോൾ എവിടെ പോയിരിക്കണം? 9% ഒരു വിഭാഗത്തിൽ 11 മന്ത്രിസ്ഥാനം കൊടുത്തില്ലേ? അപ്പോൾ 20% 7 പറയും അത് ബന്ധം നീറി നിൽക്കായിരുന്നു. അതിന് അവസരം കിട്ടിയാണ് ഉപയോഗിച്ച്. അങ്ങനെയാണ്. അപ്പോൾ കോൺഗ്രസ് വരാൻ പോവാണ്. കോൺഗ്രസും ഒരാധിപത്യം സവർണാധിപത്യം തന്നെയാണ്. ഫാസിസം, സവർണ ഫാസിസം എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് നയിക്കുന്നത് സവർണ ഫാസിസം അല്ല, പക്ഷേ സവർണാധിപത്യമാണ്. അത് ഇതിലെ സതീഷായാലും വേണുഗോപാലും ഗണേഷൊക്കെയാണ്. വേണുഗോപാലിൻ്റെ കളി എന്ത് കളിയാണ് ഇപ്പോൾ? രാജ്യം നക്കാണോ? വേണുഗോപാൽ ബുദ്ധിയുടെ അംശം ഉണ്ടായത്. വേണുഗോപാൽ രാഹുലിനോട് പറയണ്ടേ നമുക്ക് ഇപ്പോൾ പറ്റില്ല, നമ്മൾ ശരിയല്ല, ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നതാണ് DMK, നമ്മുടെ എല്ലാ കാര്യം സഹകരിച്ചാണ് എന്ന് പറഞ്ഞ് ഒഴിവാകണ്ടേ? ഇതേ കൊടുക്കം തീരുമാനിച്ച് ഓൺലൈനിലാണ് യോഗം വിളിച്ചത്. സമയമില്ല. നാളെ കൊണ്ട് സത്യപ്രതിജ്ഞയാണ്. 15 ദിവസമായിട്ട് ഇത് പോകണം. അപ്പോൾ ഈ 10 പേർ പിടിക്കാനാണ്. അത് വിജയിക്കാതെ പോയാൽ ഇപ്പം നിങ്ങൾക്ക് DMK മുമ്പിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ നശിച്ചോ ഇല്ലേ? അതാണ് വിനാശകാല വിവേക ബുദ്ധി എന്ന് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധി കുറിച്ച് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ വെച്ചത് വിനാശകാല ഇപ്പോൾ ഇല്ലേ? ലോകം അടുക്കി ഭരിച്ചാൽ ഇന്ത്യ മുഴുവൻ അടുക്കി ഭരിച്ച കോൺഗ്രസ് ഇന്ന് എവിടെയുണ്ട്? ഇവിടെ ഈ 33 മുസ്ലിങ്ങളോട് മാത്രം ഇത്ര വോട്ട് കിട്ടിയതാ. പിന്നെ പിണറായിയുടെ എതിർപ്പുകൊണ്ട് കുറേ ഈഴവനും കുറേ ക്രിസ്ത്യാനും വോട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സഖാക്കൾ വോട്ട് ചെയ്ത്. അങ്ങനെ കിട്ടിയ 120 കോൺഗ്രസ് മഹത്വം കൊണ്ടല്ല. കോൺഗ്രസ് ഒറ്റക്കുന്ന കെട്ടിവെച്ച കാശ് കിട്ടുന്ന പാതിയിൽ സീറ്റ് കേരളത്തിലുണ്ടോ? കെട്ടിവെച്ച കാശ് ജയിക്കല്ല, കെട്ടിവെച്ച കാശ് കിട്ടുന്നത് ഏതെങ്കിലും മണ്ഡലത്തിൽ കേരളത്തിലുണ്ടോ? ഒറ്റക്കുന്നാൽ ആ മുസ്ലിങ്ങൾ ഈ ഭാരതത്തിൽ താഴെ ഇറക്കാൻ വേണ്ടി N ബ്ലോക്കായിട്ട് 4-1 3 വോട്ടും കൊടുത്ത് ജയിപ്പിച്ച് 102 സീറ്റ് കിട്ടിയപ്പോഴേക്കേ അങ്ങോട്ട് എല്ലാം ആയി എന്നാണ് സതീശൻ്റെ വിചാരം. ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ നിമിഷം മതി പോകാൻ. അങ്ങോട്ട് പുതിയ കാട്ടി ഇങ്ങോട്ട് 5 വർഷം 10 വർഷം LDFിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ഈ ഭാഗം തിരിച്ചു പോവും, LDFിലേക്ക് പോവും. LDF നയം തിരിച്ചാണ്ടല്ലോ നിങ്ങൾക്ക് വീട് തല കാണില്ല.
പിണറായിയുടെ യുഗം കഴിഞ്ഞ് ഇനി പിണറായി പ്രതിപക്ഷം എന്താകും പോകുന്നില്ല. അസ്മിൽ വരെയുള്ള പുള്ളി രാജിവെക്കുകയും ചെയ്യും. പുള്ളി വരില്ല. ബാക്കി ഇതൊരു ജനകീയ നേതാവാണ്, CPM നയിക്കാൻ പറ്റുന്നില്ലല്ലോ. 3 വർഷം വരെ നിങ്ങളൊക്കെ തകർത്തോളി, അഹങ്കരിക്കുന്നതും വേണ്ട. അല്ലെങ്കിൽ ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ DMK ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. DMK ശക്തമായിട്ട് അവർ പ്രതികരിക്കുമല്ലോ. ഒരു ക്ഷീണം പറ്റിയപ്പോൾ ഉടനെ ഇന്നലെ വന്ന കണ്ടവരെ അപ്പാന്ന് വിളിക്കാൻ രാഹുലും KC വേണുഗോപാൽ എന്തൊരു അറിവില്ലായ്മ, ധിക്കാരമാണത്, മണ്ടത്തരാണത്. അവിടെ ഇന്ത്യ വേണ്ടി തീർന്നല്ലേ. പ്രബല കക്ഷിയാണ് തമിഴ്നാട്ടിലെ DMK. അതിന് ദ്രാവിഡ സംസ്കാരമുണ്ട്, ഒരു പിന്നോക്ക സംസ്കാരമുണ്ട്. അത് തകർക്കാൻ വേണ്ടി ഈ കത്തോലിക്ക കോൺഗ്രസ്, നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് എത്ര കറക്റ്റാന്ന് നോക്കി. ഒരു കത്തോലിക്ക അവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോഴേക്കും അവർ കണ്ണടി സപ്പോർട്ട് ചെയ്യല്ലോ. എവിടെ ഇറ്റലിയിൽ നിന്നൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഈ കത്തോലിക്ക ഗ്രൂപ്പിലൊക്കെ ഓൾ ഇൻ്റർനാഷണൽ ബേസിലെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ശക്തി എത്രയെന്നറിയാവോ? വല്ലതും അറിയണ്ടോ സതീശ? അല്ല അറിയണ്ട KC വേണുഗോപാൽ? നിങ്ങൾക്ക് ആകെ കൂടി മുഖ്യമന്ത്രി ആയി നിങ്ങളുടെ ജീവിതം അവസാനിക്കണം, മരിക്കുമായിട്ട് മുഖ്യസ്ഥാനം കിട്ടും. ഇതാണ് ഈ 2-3 ആൾക്കാരുടെ ധാരണ. അതുകൊണ്ട് ലോകം അവസാനിക്കില്ലെന്നേ, ലോകം പിന്നെ ഉണ്ടാവും. എത്ര മോശമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. മുസ്ലിം ലീഗിന് നിങ്ങൾ 4 മന്ത്രി 5 മന്ത്രി ഒക്കെ കൊടുക്കാൻ, അവർക്ക് ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കൊടുക്കുക തെറ്റൊന്നുമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ആൾക്ക് കൊടുത്തിരിക്കണം. 7 മന്ത്രി സ്ഥാനം നിലയിൽ കൊടുക്കുകയും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ഇത് പറയാൻ ആവില്ലാത്തതാണ് പറയുന്നത്. ഡെപ്യൂട്ടി മേയർ ഒഴിവ് വന്നിട്ടുണ്ട്. സാധാരണ 2ാം കക്ഷിയിൽ മുസ്ലിം ലീഗ് കൊടുക്കാറ്, മുസ്ലിം ലീഗിന് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അവർ ചോദിക്കുന്നില്ല, കൊടുക്കുകയില്ല. പക്ഷേ അതുപോലെ ഒരു മുസ്ലിം ഡെപ്യൂട്ടി മേയർ കൊടുക്കണം. കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു മുസ്ലിമെ, ഏതെങ്കിലും മുസ്ലിം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തോ, ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കണം. ഇവിടെ മേയർ വരെ ഉണ്ടായതാണ്. 2% വോട്ടുള്ള മലപ്പുറം ജില്ലയിൽ ജലീലിനെ തോൽപ്പിച്ച് ജോയിയെ ജയിപ്പിച്ചെടുത്താണ്. ജോയിയുടെ വിഭാഗം എന്ന് പറഞ്ഞത് പെന്തക്കോസ്തായി 10,000 പേര് ആ മണ്ഡലത്തിലില്ല. എന്നിട്ട് അതേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയറായിട്ട് വരുന്ന ഒഴിവിൽ ഒരു മുസ്ലിമിന് കിടും. അത് ലീഗ് മുസ്ലിം ആയാലും കൊള്ളാം, കോൺഗ്രസ് മുസ്ലിം ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ആവില്ലല്ലോ. അല്ല, ഉരുട് കളിക്കരുത്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറയാം, 4 വോട്ട് കിട്ടിയാൽ 3 വോട്ട് കിട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ടാണതേ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ജാതീയത വർഗീയതൊന്നുമല്ല. ഇപ്പം തന്നെ 10% ക്രിസ്ത്യൻ സമുദായത്തിൽ 30 MLA-മാരുണ്ട്. നിങ്ങൾ ലിസ്റ്റ് നോക്ക്. അതിൽ കൂടുതലുണ്ട്. അത് കുറച്ച് LDF വിട്ട് കളഞ്ഞ്. അതേ സ്ഥാനത്ത് 3-1 മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് 30 സീറ്റ്. 10:31. 10%, 15-ൽ 5% കൺവേർട്ട് ക്രിസ്ത്യൻ, ബാക്കി 10% ക്രിസ്ത്യൻസ്, 30 സീറ്റ്. ഇതൊക്കെ പറയിപ്പിക്കാൻ നിങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും പറയില്ലായിരുന്നു. സഹിക്കാൻ പറ്റാനായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ജാതി വർഷവും ജാതിക്കാർഡും ഞങ്ങൾ കളിച്ചിട്ടില്ല പറയില്ല. 4 ലിസ്റ്റ് ചെക്ക് നോക്ക്. 30% മുസ്ലിങ്ങളുള്ളത്. 36 അത് 6 പേരും മറ്റേ LDF-ന് ചേർത്താണ്. ഒരു മഹാന്ത പറഞ്ഞ് 36 മുസ്ലിങ്ങളുണ്ട്. അത് LDF-ന് ചേർത്താണ് 30 33 ജനസംഖ്യയുണ്ട്. അറിയാലോ സതീശന്. നിങ്ങൾ വളർത്തി കൊണ്ടു പോകുന്നില്ലേ? അത് ക്രിസ്ത്യാനിയുടെ 10% അവർക്കുണ്ടല്ലോ 30 MLA-മാർ. എന്ന് രീതിയാണ്. ഒരാൾക്ക് 3-1 30 കിട്ടുമ്പോൾ 10-1 അവർക്ക് കിട്ടി. എന്ത് നീതിയാണോ സതീഷ്? അത് KC വേണുഗോപാൽ, രമേശ്, എന്ത് നീതിയാണത്? സതീഷിനൊക്കെ വലിയല്ല. എന്താണ് ഒരു ഡെപ്യൂട്ടിയുമായിട്ട് ഒരു മുസ്ലിം സമുദായത്തിലാണ് വഹിക്കാത്തത്? കേരള കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ മാത്രമല്ല, മേയർ ഉണ്ടായതാണ് അംസക്കുഞ്ഞുണ്ടായിരുന്നു, മറ്റേ കൊച്ചുണ്ണി മാഷ് ഉണ്ടായിരുന്നു, വേറെ ആരും. പിന്നെ സഖാക്കളാണ്. മുഹമ്മദ് സാഹിബൊക്കെ സഖാക്കാണ്. മുഹമ്മദ് സാഹിബ് 3-4 പേരുണ്ടായിരുന്നല്ലോ സഖാക്കളിൽ. നിങ്ങൾ എന്തിപ്പോൾ വഹിക്കാത്ത ഡെപ്യൂട്ടി മാർ? അതും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നായർക്ക് ഒരു ക്രിസ്ത്യാനി പങ്കിട്ടെടുത്തില്ലേ? അതൊന്ന് നീതിയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സാമൂഹ്യ നീതി വേണ്ടേ? സാമൂഹ്യനില്ലേ? അതാ പറഞ്ഞു. ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്കൻ കോൺഗ്രസും ഈ ഇന്ത്യൻ ഇവിടെ മലപ്പുറം ലീഗും, അതിപ്പോൾ ഒരു 10-22 സീറ്റ് കിട്ടി ലീഗിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഓടാണ്. കാരണം ഇപ്പം ചെന്ന എന്തെങ്കിലും വോട്ട് കിട്ടുമല്ലോ. പങ്കെടുത്ത സമയമല്ലേ. രമ എന്ത് വന്നിരുന്നു?
രേവക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പരിപാടിയില്ല അവിടെ കൂടെ. അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് എനിക്ക് വേണ്ടത്. അത് സതീഷിൻ്റെ ബുദ്ധിയാണ്. ഇപ്പോഴത്തെ തങ്ങൾ കൈകാലം പിടിക്കാൻ പോയേക്കാം. ആകെ 21 പേരുള്ളൂ. എവിടെ എത്ര പേർക്ക് കൊടുക്കും? നായരുടെ അഞ്ചെണ്ണം 6 നായർ വരും. എന്നിട്ട് ബാക്കി ആരും ഇല്ല ഇവിടെ. ഇതെന്താ ഇതൊക്കെ തീവട്ടികളല്ലേ, അന്യായമല്ലേ ഇതൊക്കെ? ഇതൊക്കെ ചോദിക്കാൻ ഒരു കുഞ്ഞെങ്കിലുണ്ടോ? ഇല്ലല്ലോ. ആ രീതിക്ക് ഇത് പോരുന്നുണ്ടേ. അതല്ലേ ബുദ്ധി. ഇവിടെ എനിക്കൊരു സ്ഥാനം കിട്ടും. ഞാൻ പേര് ആലുവ MLA ഒക്കെ പുള്ളിക്ക് ഒരു MLA കിട്ടിയ പുള്ളിക്ക് സമുദായത്തെ കാര്യം ഒരു വിഷയമല്ല. കുറച്ച് മന്ത്രിസ്ഥാനം കിട്ടിയാൽ ആലുവയിൽ 50 സാധനം മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഷിഹാസിന് കൊടുക്കണം. കാരണം അവൻ 14 മണ്ഡലം ശ്രദ്ധിച്ച് 14 ജയിച്ചാണ്. അൻവർ ആ മണ്ഡലം മാത്രം നോക്കുന്നുള്ളൂ. പുള്ളി ജയിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങും പാർട്ടി പ്രവർത്തനം. അതൊക്കെ നല്ല സ്വഭാവമാണ്, കുറ്റമല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ ആ മണ്ഡലം അതൊക്കെ ഒതുക്കൽസാണ്. ഒതുങ്ങൽസ് എന്ന് പറയും. ഒതുക്കി പോകാല്ലെങ്കിൽ ഒതുക്കി പോകാതെ. ഷിഹാസല്ലേ 14 മണ്ഡലം നോക്കിയിട്ടുണ്ട്. ഷിഹാസ് നിങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 4-5 പേർ ജയിച്ചതുപോലെ. ഇപ്പോൾ കരിങ്കല്ല് എത്ര കൊല്ലം കിടപ്പുണ്ട്, അത് ഗുണമുണ്ടോ? പക്ഷെ മിന്നലോ ഒരു നിമിഷമുള്ളൂ. പക്ഷെ ജനങ്ങൾ ഉപകാരപ്രദമല്ലേ? അവിടെ 20-30 വർഷം സർവീസ് അല്ല രാഷ്ട്രീയത്തിൽ. അവൻ്റെ സർവീസ് കാലത്ത് ജനങ്ങളെങ്ങനെ സേവിച്ചു, അഴിമതിയില്ലാതെ ചെയ്തോ, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് അർജൻറ്റായിട്ട് ഞാൻ പറയാൻ വൈകിട്ട് പറയാൻ കാരണം ഇത് വേണമെന്ന് വെച്ചാൽ പറയാൻ കാരണമല്ലോ. TMCക്ക് മറ്റേ DVCക്കായിട്ട് അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഓൺലൈനിൽ മീറ്റിംഗ് കൂടിയിട്ട് 2 മന്ത്രിസ്ഥാനം ചോദിച്ച പോയിട്ട് DMK ശക്തിയെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് കോൺഗ്രസ് പേരുണ്ടാവുമോ? ഒക്കെ നാളെ ഇന്നലെ വിത്തിൻ അവേഴ്സ് എന്ന് പറയും, വിത്തിൻ മാസങ്ങളിൽ അത് BJPയിലേക്ക് പോവും. BJP എടുക്കും. അങ്ങനെ ആസാമിൽ പഞ്ചാബിലൊക്കെ എടുത്ത പോലെ ഇപ്പോൾ തമിഴ്നാട് BJPയുടെ കയ്യിലാകാൻ പോകണം. തമിഴ്നാട് പോയാൽ പിന്നെ പിന്നോക്കിട്ട് ബാധിക്കാൻ ലോകത്ത് ആരും ഉണ്ടാവില്ല കേട്ടോ. തമിഴ്നാട് DMK എന്നാൽ പിന്നോക്ക രാഷ്ട്രീയം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ 90% പിന്നോക്കിന് ബാധിക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ് ഉണ്ടാവില്ല. കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും സവർണൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ്. ഈ സതീഷൊക്കെയല്ലേ നിൽക്കുന്നത്. അത് പിന്നോക്കം നിൽക്കുമോ? പിന്നെ പിണറായി വിജയൻ പിന്നോക്കാൻ കാര്യമില്ല. പിന്നോക്കൊക്കെ വലിയ മുന്നോക്കമായിട്ട് പുള്ളി ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഡോക്ടർ K രാധാകൃഷ്ണനും പറഞ്ഞ എടോ, നമ്മളൊക്കെ ജനിച്ച് വളർന്ന ഒരു കൾച്ചറുണ്ട്. അത് ദ്രാവിഡ കൾച്ചറാണ്. രാധാകൃഷ്ണ, അത് ദ്രാവിഡ കൾച്ചറാണ്. നിങ്ങളൊക്കെ ഉപദേശിക്കേണ്ട ഈ പാവം മൊയ്തീൻ ഷാ ഉപദേശിക്കുന്ന വന്നപ്പോൾ എനിക്ക് നാണം വരുന്നുണ്ട്. ഡോക്ടറല്ലേ നിങ്ങൾ? യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചെയർമാനാണ്. മാരേജ് കോളേജിൽ പ്രൊഫസറായത്. പബ്ലിക് ബോർഡ് കമ്മീഷൻ ചെയർമാനാണ്. ആ ആൾക്ക് ഇപ്പോൾ പിന്നോക്കിന് വേണ്ടി പറയാതെ മുന്നോക്കിന് വാദിക്കുമല്ലോ. നമ്മുടെ ഹൃദയം പൊട്ടുന്നുണ്ട്. രാധാകൃഷ്ണ, നിങ്ങളുടെ ഇപ്പോൾ ചാനൽ OBC ABC ചാനലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത് മഹത്വം കാണും നിങ്ങൾ BJP സപ്പോർട്ട് ചെയ്യുന്നത്? എന്നോട് ആൾ പറഞ്ഞല്ലോ, ലണ്ടനിൽ ഹൈക്കമ്മീഷൻ ആക്കാം എന്ന് പറഞ്ഞാണ് BJPയിലേക്ക് പറഞ്ഞാൽ. ലണ്ടനിൽ ഹൈക്കമ്മീഷൻ ആകുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യം, നല്ലതാണ്. അത് കോൺഗ്രസിൽ നിന്നിട്ട് ഒരു സീറ്റ് കൊടുക്കുന്നുമില്ല. നിയമസഭയ്ക്ക് 5 സീറ്റുകളും കൊടുക്കാം. ഒരു സീറ്റ് എല്ലാവരും ഈ LDF കൊടുക്കില്ല, UDF കൊടുക്കില്ല. അങ്ങനെ നിരാശനായിട്ട് പുള്ളി അങ്ങോട്ട് പോയി പോലെ ഒന്നുമില്ലാതെ BJയിൽ പോവില്ല. BC ജോർജ് പോയെങ്കിൽ, രാധാകൃഷ്ണൻ പോയെങ്കിൽ, മറ്റാൾ പോയെങ്കിൽ, എല്ലാ സ്ഥലത്തും പറ്റാ വരുമ്പോൾ നിരാശനായിട്ട് വരുമ്പോൾ പോകുന്നതാണ് ഒരു ആസ്ഥാനമാണ്, ആശാ കേന്ദ്രമാണ് BJP പോകും. ഇത് എന്ത് കിട്ടി രാധാകൃഷ്ണൻ? അറിയാലോ. എല്ലാവരും നൈബികേഷൻ കിട്ടിയോ? അംബാസ് കിട്ടിയോ? കോൺഗ്രസ് നിങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തില്ലേ? നിങ്ങൾ വളർത്തിയെടുത്തില്ലേ? നിങ്ങൾ ഓഡീഷനാക്കിയില്ലേ? അത് നിങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ തറവാട്ടിൽ പോയില്ലേ? നിങ്ങൾ കോവി തോമസ് മാസ്റ്റർ പറഞ്ഞാട്ടല്ലോ, കോൺഗ്രസിൽ നിന്ന് എല്ലാം നേടിയ ശേഷം ആ പറയേണ്ട വേറെ വാക്കാണ് അല്ല, കോൺഗ്രസ് പിരിച്ചു വിടണം. ഇപ്പം എന്തോ മിണ്ടാത്ത എന്നിട്ട് കോൺഗ്രസ് പിരിച്ചുവിടുന്നു പറഞ്ഞിട്ട് അങ്ങനെ പിരിച്ചുകൊണ്ട് സാഹചര്യം വന്നാലും തോമസ് മാസ്റ്റർ നിങ്ങൾക്കത് പറയാൻ കൊള്ളാവും. നിങ്ങൾ അവിടെ ഒരു ടീച്ചറായിട്ട് കോളേജ് ലെക്ചറായിട്ട് നിങ്ങളെ കർണാടക കൂടെ വന്ന് കാല് തിരുമ്മിയൊക്കെ ആളാക്കി നിങ്ങളെ ലോക പ്രശസ്തനാക്കിയില്ലേ, കോടീശ്വനാക്കിയില്ലേ? അത് ഈ കോൺഗ്രസിന് ഗറഫിലല്ലേ, കർണാടക ഗറഫിലല്ലേ? ആ നിങ്ങൾ വേണം കോൺഗ്രസ് പിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തന്നെ പിരിഞ്ഞു പോയിക്കൊള്ളുന്നു. ഇതൊരു പക്ഷേ ആയിരിക്കാം, മേ ബി ആയിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ കൊള്ളോ? രാധാകൃഷ്ണൻ പറയാൻ കൊള്ളോ? രാധാകൃഷ്ണൻ അതൊന്നും പറഞ്ഞായിട്ട് ഓർക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മാത്രമല്ല. ഒരു പുള്ളിയുടെ തിരുവല്ലയിലും കൊണ്ട് ഒരു അച്ചായനുണ്ടല്ലോ, വലിയ നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കർ ഡൽഹിയിലായിരുന്നാൾ. അയാൾ ഇരുന്ന സമയത്ത് മുഴുവൻ BJPക്കാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. വിത്തടം കിട്ടിയ കൊള്ളുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ കല്ലുവെച്ചറിയാം, അതുകൊണ്ട് പിന്നെ പാർട്ടി കൊടുത്തില്ല. കണക്ക് വർക്ക് ശത്രുക്കൾ അവരൊക്കെ. കോൺഗ്രസ് നയിപ്പിക്കുന്നുള്ളതിൻ്റെ കോൺഗ്രസ് നന്നാക്കാനല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇത് നിർത്താൻ പോവാണ്. പക്ഷേ
കോൺഗ്രസ്സിന് എന്തെങ്കിലും ബുദ്ധിയുടെ ഒരു അംശമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാരണം തമിഴ്നാട്ടിൽ കളി വളരെ മോശമാണ്. വളരെ ആഴത്തിൽ ചെയ്താൽ കോൺഗ്രസ്സിന് മാത്രമല്ല പിന്നോക്ക രാഷ്ട്രീയത്തിനും എല്ലാം വളരെ ക്ഷീണമാണത്. DMK ആയിട്ടുള്ളാകുന്നത് നിങ്ങൾ നല്ലത്. അവരൊക്കെ പിക്കപ്പ് ചെയ്ത് വയ്ക്കും. ഇതൊക്കെ ഒരു ആവേശം കൊണ്ട് വരുന്നതാണ്. ഇല്ലാത്ത ഇത് കൊടുക്കാന്ന് പറഞ്ഞ്, ആനുകൂല്യം കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അയാളിൻ്റെ കോടികളുണ്ടല്ലോ. ഒരു സിനിമയ്ക്ക് 100 500 കോടിയൊക്കെ വാങ്ങിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? കൊച്ചി ഇറക്കൻ അതിനാ DMK അപ്പോൾ DMK ചോദിക്കാതെ കാരണം പറഞ്ഞറിയോ? അത് അച്ഛൻ പോരാണ്. അത് ശരി തന്നെയാണ്, നമുക്ക് സമ്മതിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താരാണ്? രാഹുൽ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധിയോടോ നെഹ്റുവിലും കൂടെ പോരുന്നല്ലേ? കുടുംബാധിപത്യമല്ലേ ഇത്? ആ കുടുംബാധിപത്യത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഈ കുടുംബാധിപത്യം പാടുമില്ല. ഇതൊക്കെയല്ലേ തന്തയില്ലായ്മ, നെറികിട്ടെന്ന് പറഞ്ഞതല്ലേ? അവർ ഭരിക്കുന്ന സ്ഥാനം കിട്ടി. അവസാനം കേസിൽപ്പെടുത്തിയിട്ട് ഈടി വരില്ലേ? അപ്പോൾ നമ്മൾ വഴക്കുമ്പോഴത്തെ ജഡ്ജിയുടെ മകൻ പോയതുപോലെ അപ്പോൾ വീടിൻ്റെ തല പോലും ഇല്ല, ചക്കയിൽ മാങ്ങയിലും ഒന്നുമില്ല. വോട്ട് എത്രയോ കുറഞ്ഞു പോയി വോട്ട്. അവൻ BJP ഭരിക്കട്ടെ, ഭൂരിപക്ഷം ഭരിക്കുക. അത് ഞാൻ അതിനല്ലേ എതിരോന്ന്. അതിൽ സംഘപരിവാറിന് എതിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സവർണ ഫാസിസമാണ് നിൽക്കുന്നത്. അത് വളർന്നവരല്ല, വളർന്ന് കഴിഞ്ഞു, ഇനിയൊന്നും വളരാനില്ല. അതിൻ്റെ വളർച്ച രാജ്യത്തിനും ഇവിടുത്തെ സാധാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ മോഡിയോ അല്ലെങ്കിൽ BJP അല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ RSS ഒന്നും അല്ലേ. RSS 90% പിന്നോക്കുള്ളിൽ 90% RSS ഉണ്ട്. അപ്പോൾ പിന്നോക്കം അതല്ല, അവരെയൊക്കെ നയിക്കുന്ന അല്ലെങ്കിൽ അവരെ മുതലെടുക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് സവർണ ഫാസിലാണ്. സവർണരും അല്ല, നമ്മൾ സവർണർക്ക് ഒരു കുഴപ്പമില്ല. ഫാസ്റ്റ് വളരെ കുറച്ച് പേരുള്ളൂ, അവരാണ് നിയന്ത്രിക്കുന്നത്. ഈ പെട്രോൾ വില എല്ലാം 2-3 കുടുംബങ്ങൾക്ക് കൊടുത്തില്ലേ? ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു ചായ കുടിക്കാനും പറ്റത്തില്ല, ഹോട്ടലെല്ലാം പൂട്ടിയിട്ടേക്കാം. ഈ ഹോട്ടലിൽ പൂട്ടിയതുകൊണ്ട് ഗ്യാസ് വില കുറയോ? ഇല്ല, അത് ജനങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യത്തിൽ ഈ കള്ളന്മാരെല്ലാം ഒന്നാണ്. ഇപ്പം എന്താ വെച്ചറിയോ? രാഷ്ട്രീയത്തിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു നേതാവ് ആ ഒരു 10,000 10,000 50,000 കൊടുത്തിട്ട് ആ കൊടി പിടിക്കുകയാണ്, ഞാൻ രാജാവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരോ രാജാക്കന്മാരാണ്. ഈ പണം എവിടുന്നാണ്? ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരും, അപ്പോൾ പുള്ളി സിന്ദാബാദ്, സതീഷ് സിന്ദാബാദ്, വേണു സിന്ദാബാദ്, മറ്റു സിന്ദാബാദ്, മറിച്ച് സിന്ദാബാദ് ഒക്കെ വിളിക്കാൻ 1000 10,000 ലക്ഷങ്ങൾ ചിലവാക്കാൻ നിങ്ങളൊരു അപേക്ഷ പേപ്പർ വാങ്ങിക്കുമ്പോഴേ ഒരു ഷീറ്റിന് 1 രൂപ വരുമ്പോൾ ഇത് മാത്രം പോസ്റ്റും കൊടിയൊക്കെ പിടിച്ച് ഒട്ടിക്കുന്നതിന് ഞങ്ങളൊരു ഫ്ലെക്സ് വയ്ക്കാനേ ചുരുങ്ങിയത് 1000 രൂപ വരും. അപ്പോൾ ഇതുപോലെ ഫ്ലെക്സിൽ വയ്ക്കണേ എത്ര 1000 ചിലവുണ്ട്. ഇത് ആരെ കൊടുക്കുന്നത്? കാശ് കൊടുക്കുകയാണ്. 5-10 ലക്ഷം കൊടുത്തു അവൻ്റെ ഏജൻറ്റ്. എന്നിട്ട് അവർ ചാനലുണ്ടാക്കും. ഒരു ബഷീർ തോട്ടം ഒരു ചാനലുണ്ട്. ആ ആരാ മുള്ളി ഉണ്ടാക്കുന്ന അതിന് പണം കൊടുക്കും, മുള്ളി ചാനലൊക്കെ ഉണ്ടാക്കാമല്ലോ. എത്ര കോടി ഉണ്ടാക്കിയിട്ടുള്ളവർ. ഇതിൻ്റെ അവസ്ഥ. എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പാർട്ടി മാത്രമല്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അതിനോട് കൂടെ നിന്ന് ആനുകൂല്യം പറ്റും, നക്കാപ്പിച്ച് വായിക്കണം, കൈയിട്ട് വാഴണം എന്നോ എങ്ങനെ മനസ്സാക്ഷി സമ്മതിക്കും സാർ? ജനകോടികളിലൂടെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് ആനുകൂല്യം പറ്റി സമ്പാദിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറ്റും? മനസ്സാക്ഷി പറ്റില്ല. അതാണ് നമ്മൾ നിൽക്കാത്തത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ തീരുമാനം വലിയ മണ്ടത്തിലാണെന്ന് മാത്രമല്ല, അത് നാശത്തിൻ്റെ അവസാനമാണെന്ന് കേൾക്കും. ചിലർക്ക് നാശത്തിന് ആരംഭവും ഇത് അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.